2025 ഡിസംബർ 12 ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലെ പൽത്താനിലൂടെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്നു 32-കാരനായ ഷെരീഫ് ഉസ്മാൻ ഹാദി. ഫെബ്രുവരിയിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ധാക്ക 8 നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ആ ചെറുപ്പക്കാരൻ. തികച്ചും മതപരമായ അന്തരീക്ഷത്തിലായിരുന്നു അയാൾ ജനിച്ചു വളർന്നത്. മദ്രസ അധ്യാപകനും ഇമാമുമായിരുന്നു പിതാവ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തുടക്കം കുറിക്കപ്പെട്ട രാഷ്ട്രീയ ജീവിതമായിരുന്നു അയാളുടേത്. വരും കാലങ്ങളിൽ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്റേതായ ചിത്രം രചിക്കുവാൻ തനിക്ക് കഴിയുമെന്ന് അയാൾക്ക് ഉറപ്പുമായിരുന്നു. അങ്ങനെയൊരു ദിവസമായിരുന്നു അത്, ഡിസംബർ 12. പക്ഷേ അയാൾക്ക് അന്ന് ആ യാത്ര പൂർത്തിയാക്കുവാനായില്ല. പെട്ടെന്ന് അത് സംഭവിച്ചു. അതിവേഗത്തിൽ അയാളെ പിന്തുടർന്നെത്തിയ ഒരു മോട്ടോർ സൈക്കിളിലെ മുഖം മറച്ച തോക്കുധാരി അയാളുടെ ശിരസിന് നേരെ വെടിയുതിർത്തു. ശിരസിൽ വെടിയുണ്ടയേറ്റ് നിലവിളിയോടെ ഹാദി നിലം പതിച്ചപ്പോൾ ധാക്കയുടെ തെരുവുകളിൽ എവിടെയോ ആ തോക്കുധാരി അപ്രത്യക്ഷനായി. ഹാദിയെ ഉടൻ തന്നെ ബംഗ്ലാദേശിലെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും നില ഗുരുതരമായതിനാൽ കുറെ കൂടി സൗകര്യമുള്ള എവർ കെയർ ഹോസ്പിറ്റലിലേക്ക് ഹാദിയെ മാറ്റി. അവിടെയും സ്ഥിതി മാറ്റമില്ലാതെ തുടർന്നു. പിന്നീട് എയർ ആംബുലൻസിൽ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ചികിത്സകൾക്ക് ഹാദിയുടെ ജീവൻ പിടിച്ചു നിർത്താനായില്ല. ഡിസംബർ 18 ഹാദി ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായി യാത്രയായി. സ്വതേ പ്രക്ഷുബ്ധമായ ബംഗ്ലാദേശിന്റെ വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിഗതികളെ അങ്ങേയറ്റം കലാപ ഭൂമിയാക്കി മാറ്റുവാൻ ഇടയാക്കിയ ഒന്നായി മാറുകയായിരുന്നു ഹാദിയുടെ കൊലപാതകം. തുടർന്ന് ബംഗ്ലാദേശിന്റെ തെരുവുകൾ സംഘർഷ ഭൂമിയായി. വെടിവെപ്പുകൾ, ബോംബ് സ്ഫോടനങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ദാരുണമായ വധങ്ങൾ. ബംഗ്ലാദേശ് ഇപ്പോൾ കടന്നു പോകുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളിലേക്കും സംഘർഷങ്ങളിലേക്കും തിരിച്ചുവെച്ച കാഴ്ചകളിലാണ് ഈ ആഴ്ചയിലെ ന്യൂസ് സ്റ്റോറി പങ്കുവയ്ക്കുന്നത്. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ദൃശ്യമുണ്ടായിരുന്നു. ഒരു യുവാവിനെ ആൾക്കൂട്ടം കൊല നടത്തി കെട്ടിത്തൂക്കി തീ കൊളുത്തുന്നതായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ബംഗ്ലാദേശിൽ നിന്നായിരുന്നു ആ വീഡിയോ. ഒരാഴ്ചയ്ക്ക് മുമ്പും സമാനമായ രീതിയിൽ ഒരു ആൾക്കൂട്ട കൊലപാതകം ബംഗ്ലാദേശിൽ നടന്നിരുന്നു. മോഷണക്കുറ്റമാണെന്നും അതല്ല മതനിന്ദയാണെന്നും കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ മൃഗീയമായി കൊല്ലപ്പെട്ടത് ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു. ഹാദിയുടെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ആരംഭിച്ച ആളിക്കത്തിയ പ്രതിഷേധങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു ഈ കൊലപാതകങ്ങൾ. ഹാദിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ ജനങ്ങൾ തെരുവുകൾ കീഴടക്കിക്കൊണ്ട് പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. ഹാദിയുടെ കൊലയാളികളെ കണ്ടെത്തണമെന്നും അവരെ പിടികൂടുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടുവെന്നുമായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ഇതിന്റെ പേരിൽ ബംഗ്ലാദേശിലെ പ്രോത്തോം, അല്ലോ, ദി ഡെയിലി സ്റ്റാർ പോലെയുള്ള പത്ര സ്ഥാപനങ്ങൾക്ക് നേരെ പോലും കടുത്ത ആക്രമണം നടക്കുകയുണ്ടായി. ആൾക്കൂട്ടം ഒരുമിച്ച് ഓഫീസിലേക്ക് പാഞ്ഞെടുക്കുകയും തീവെക്കുകയുമായിരുന്നു. എതിർകക്ഷികളായ രാഷ്ട്രീയ പ്രവർത്തകരുടെ വീടുകളിലേക്കും അക്രമം അഴിച്ചുവിടുകയുണ്ടായി. വീടുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു 7 വയസ്സുകാരിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. കടുത്ത പ്രക്ഷോഭങ്ങളിലൂടെയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ബംഗ്ലാദേശിലെ ഇത്തരം സംഭവ വികാസങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു അവസ്ഥയിലേക്ക് ബംഗ്ലാദേശിനെ എത്തിക്കാനിടയായ സാഹചര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ബംഗ്ലാദേശിന്റെ ചരിത്രം മനസ്സിലാക്കുന്നത് നല്ലതാണ്. വിസ്തൃതിയുടെ കാര്യത്തിൽ ലോക രാജ്യങ്ങളിൽ 100ാം സ്ഥാനത്താണെങ്കിലും ജനസംഖ്യയിൽ 7ാം സ്ഥാനമാണ് ബംഗ്ലാദേശിനുള്ളത്. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ബംഗ്ലാദേശ്. ഇന്ത്യയും മ്യാൻമാറും അയൽവക്കങ്ങൾ പങ്കിടുന്ന രാജ്യം. ഇന്ത്യ വിഭജനത്തിൽ പാകിസ്ഥാന്റെ കിഴക്കൻ പ്രവിശ്യയിലായിരുന്നു ബംഗ്ലാദേശ് ഉൾപ്പെട്ടിരുന്നത്. അക്കാരണത്താൽ കിഴക്കൻ പാകിസ്ഥാൻ എന്ന് ബംഗ്ലാദേശിന് മറുപേർ വീണിട്ടുമുണ്ട്. മാത്രവുമല്ല, മുസ്ലിം ഭൂരിപക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതും. ഇതെല്ലാം പാകിസ്ഥാന്റെ ഭാഗമായി തുടരുവാൻ ബംഗ്ലാദേശിനെ പ്രേരിപ്പിച്ച കാരണങ്ങളായിരുന്നു. 1947 പാകിസ്ഥാന്റെ ഭാഗമായി ബംഗ്ലാദേശ് നിലകൊണ്ടുവെങ്കിലും ഏറെക്കാലം അത് നിലനിന്നില്ല. കിഴക്കൻ പാകിസ്ഥാനിലേക്ക് അശാന്തിയുടെ കാറ്റ് വീശി തുടങ്ങിയത് ഭാഷാ പ്രശ്നത്തിന്റെ പേരിലായിരുന്നു. ഉറുദുവിനൊപ്പം ബംഗാളിക്കും ഔദ്യോഗിക ഭാഷാ പദവി വേണമെന്ന ആവശ്യം ഉയർന്നു വന്നതോടെ ഭാഷാ പ്രസ്ഥാനം ശക്തമാവുകയും ബംഗാളികളുടെ ദേശീയ ബോധം ഉണരുകയും ചെയ്തു.
പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ നടന്ന സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് 1971 ഡിസംബർ 16 ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായി. അതോടെ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്ര രാഷ്ട്രമായ ബംഗ്ലാദേശിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടു. ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ആയിരുന്നു ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയത്. ഈ അവസ്ഥാമാറ്റത്തിന് ഇന്ത്യയുടെ പിന്തുണ ഉണ്ടായിരുന്നുവെന്നതും വാസ്തവം. പക്ഷേ രക്തരൂക്ഷിതമായ ഒരു സമരത്തിനൊടുവിൽ മാത്രമാണ് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമായത്. അക്കാലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ഇന്ത്യയിലേക്ക് വൻതോതിൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവുകയും ചെയ്തു. സ്വതന്ത്ര ബംഗ്ലാദേശ് ഏറ്റവും ആദ്യം നേരിടേണ്ടി വന്നത് കുപ്രസിദ്ധമായ 1974 ക്ഷാമമായിരുന്നു. മോശമായ കാലാവസ്ഥയെ തുടർന്ന് കൃഷിയിടങ്ങൾ നശിച്ചതും ഭക്ഷ്യധാന്യ സംഭരണങ്ങൾ കുറഞ്ഞതും ക്ഷാമത്തിലേക്ക് രാജ്യത്തെ തള്ളിയിട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ ഈ പട്ടിണിക്കാലത്ത് കൊല്ലപ്പെട്ടു. ഗ്രാമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചത്. ഭരണതലത്തിലുണ്ടായ പിഴവുകളാണ് ക്ഷാമത്തിന് കാരണമെന്ന മട്ടിലുള്ള വിമർശനം ഉയർന്നത് രാഷ്ട്രീയ സാഹചര്യം കടുത്തതാക്കി. 1975 ഓഗസ്റ്റ് 15 ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ രക്തക്കളമാക്കിക്കൊണ്ട് ഒരു കൊലപാതകം അരങ്ങേറി. ഒരു സംഘം അതിക്രമികൾ പ്രസിഡന്റിന്റെ വീട് അതിക്രമിച്ചു കയറി അദ്ദേഹത്തെയും ഭാര്യയെയും 3 ആൺമക്കളെയും 2 മരുമക്കളെയും വധിച്ചു. മുജീബ് റഹ്മാന് ശേഷം അധികാരത്തിലെത്തിയത് ഗൊണ്ടാക്കർ മുഷ്താഖ് അഹമ്മദ് ആയിരുന്നുവെങ്കിലും ഏറെക്കാലം പ്രസിഡന്റ് പദവിയിൽ തുടരുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. സൈനിക നീക്കത്തിലൂടെ നവംബർ 3 പുറത്താക്കപ്പെട്ട അദ്ദേഹം നവംബർ 7 കൊല്ലപ്പെട്ടു. അടുപ്പിച്ചടുപ്പിച്ചുണ്ടായ പ്രസിഡന്റുമാരുടെ വധം ബംഗ്ലാദേശിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. സിയാവു റഹ്മാനാണ് ഇക്കാലത്ത് പ്രസിഡന്റ് ആയത്. എന്നാൽ 1981 മെയ് 30 സിയാഹു റഹ്മാനും കൊല്ലപ്പെട്ടു. കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹുസൈൻ മുഹമ്മദ് അർഷാദ് അധികാരം പിടിച്ചെടുത്തു. ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അനിഷേധ്യമായ സ്ഥാനമുള്ള 2 സ്ത്രീകളെ കുറിച്ചുകൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ബംഗ്ലാദേശിന്റെ ബീഗങ്ങൾ എന്ന് അറിയപ്പെട്ട ഷെയ്ഖ് ഹസീനയും ഖാലിദ സിയയുമാണ് അവർ. ഇതിൽ ഖാലിദ സിയ 2025 ഡിസംബർ 30 മരണമടഞ്ഞത്. പിതാവ് മുജിബുർ റഹ്മാനും മറ്റ് കുടുംബാംഗങ്ങളും ക്രൂരമായി കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ പ്രവേശനമെങ്കിൽ ഭർത്താവ് സിയാവുർ റഹ്മാൻ കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഖാലിദ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നത്. ഇവരിൽ ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാകുവാനുള്ള ഭാഗ്യമുണ്ടായത് ബീഗം ഖാലിദ സിയയ്ക്കായിരുന്നു. 1991 മുതൽ 1996 വരെയും 2001 മുതൽ 2006 കാലഘട്ടങ്ങളിൽ ബംഗ്ലാദേശിനെ നയിക്കുവാൻ ബീഗം ഖാലിദ സിയയ്ക്ക് നിയോഗം ലഭിച്ചു. ബേനസീർ ഭൂട്ടോയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയായ 2ാമത്തെ മുസ്ലിം വനിത എന്ന പേരിൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയാകർഷിച്ച വിജയമായിരുന്നു അത്. ബംഗ്ലാദേശിന്റെ ഭാവി മെച്ചപ്പെടുത്തുവാൻ നിരവധി നടപടികൾ കൈക്കൊണ്ട ഭരണാധികാരിയായിരുന്നു ഖാലിദ സിയ. എന്നാൽ ഇന്ത്യയോട് എന്നും ശത്രുതയാണ് അവർ പുലർത്തിയിരുന്നത്. ചൈനയോടും US-നോടും പാകിസ്ഥാനോടും അറബ് രാജ്യങ്ങളോടും മമത പുലർത്തുമ്പോഴും ഇന്ത്യയെ അവർ എതിർചേരിയിലാണ് കണ്ടിരുന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ കാര്യം. ഇന്ത്യയോട് എന്നും അനുഭാവപൂർണമായ സമീപനമായിരുന്നു ഹസീനയുടേത്. ഏറ്റവും കൂടുതൽ കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വ്യക്തി കൂടിയായിരുന്നു ഹസീന. 2014, 2019, 2024 വർഷങ്ങളിൽ തുടർച്ചയായി അവർ വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഹസീനയുടെ വർത്തമാനകാലം അത്ര ഭാസുരമല്ല. ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷം നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ക്രൂരമായി അടിച്ചമർത്തി എന്ന കുറ്റം ചുമത്തി കോടതി ഹസീനയ്ക്ക് ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് സ്വന്തം രാജ്യത്ത് നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന അവസ്ഥ ഹസീനയ്ക്ക് നേരിടേണ്ടി വന്നു. ഹസീന സഹായം തേടിയത് ഇന്ത്യയോടായിരുന്നു. മാത്രവുമല്ല, ഇന്ത്യയോട് എന്നും മൃദു സമീപനവുമായിരുന്നുവല്ലോ ഹസീനയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സ്വന്തം രാജ്യം വധശിക്ഷ വിധിച്ച ഹസീനയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകുകയും ചെയ്തു. ഇത് പക്ഷേ ഇന്ത്യ വിരുദ്ധത പ്രകടമാക്കുന്ന ബംഗ്ലാദേശിലെ അധികാരികൾക്ക് ഇഷ്ടമായില്ല. ഇന്ത്യയോടുള്ള എതിർപ്പ് രൂക്ഷമാകുവാൻ ഇത് വഴിയൊരുക്കുകയും ചെയ്തു. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ആരോഗ്യപരമായ ബന്ധമായിരുന്നു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഉണ്ടായിരുന്നത്. ബംഗ്ലാദേശ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദിന്റെ ക്ഷണപ്രകാരം ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് 2021 ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു. 1971 ബംഗ്ലാദേശിന്റെ വിമോചന പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ പങ്കുവച്ച ത്യാഗങ്ങളുടെ 50ാമത് വാർഷികം കണക്കിലെടുത്തായിരുന്നു ഈ സന്ദർശനം. അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും പരസ്പരം അർപ്പിക്കുന്ന മുൻഗണനയുടെയും പങ്കുവയ്ക്കുന്ന മൂല്യങ്ങളുടെയും പരസ്പര വിശ്വാസത്തിലും ധാരണയിലും അധിഷ്ഠിതമായ ബന്ധത്തിന്റെയും നിദർശനമായിരുന്നു ഈ സന്ദർശനങ്ങൾ. എന്നാൽ അവയെല്ലാം ഇന്ന് പഴങ്കഥയായി മാറിയിരിക്കുന്നു.
ബംഗ്ലാദേശ് ഭരിക്കുന്നത് മതേതരത്വം തകർക്കുന്ന സർക്കാരാണെന്നാണ് ഷെയ്ഖ് ഹസീന ആരോപിക്കുന്നത്. നിലവിലുള്ള മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെതിരെയാണ് ഹസീനയുടെ ചൂണ്ടുവിരൽ നീണ്ടിരിക്കുന്നത്. ഈ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് മുസ്ലിങ്ങളല്ലാത്തവരും ന്യൂനപക്ഷമായവരുമായ എല്ലാവരും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഹസീന പറയുന്നത്. തന്റെ രക്തത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ബംഗ്ലാദേശിലേക്ക് താൻ ഇല്ലെന്നും നിയമപരമായ സർക്കാരും സ്വതന്ത്ര ജുഡീഷ്യറിയും ഉള്ളപ്പോഴും മാത്രമേ താൻ മടങ്ങൂ എന്നുമാണ് ഹസീനയുടെ നിലപാട്. തൊഴിൽ സംവരണത്തിനെതിരെ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ഹസീനയുടെ കസേര തെറിപ്പിച്ചത്. വിദ്യാർത്ഥി പ്രക്ഷോഭം ഭരണവിരുദ്ധ വികാരമായി രാജ്യമൊന്നാകെ അലയടിച്ചപ്പോൾ അതിനെ അടിച്ചമർത്തുവാൻ അവർ ശ്രമിച്ചു. അത് തന്നെയാണ് അവർക്ക് കുരുക്കായി മാറിയതും. തുടർന്നാണ് ഗത്യന്തരമില്ലാതെ സ്വന്തം രാജ്യം വിട്ട് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിച്ചത്. ഷെയ്ഖ് ഹസീനയുടെ അഭാവത്തിൽ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത്. 2026 ഫെബ്രുവരി 12 പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയും ഹാദി ഇലക്ഷനിൽ മത്സരിക്കുവാൻ നിശ്ചയിച്ചിരിക്കുകയും ചെയ്തപ്പോഴാണ് ഡിസംബർ 12 വെടിയേറ്റതും 18 മരണമടഞ്ഞതും. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ തെരുവിലിറങ്ങിയതാണ് ബംഗ്ലാദേശിന്റെ വർത്തമാനകാലത്തെ അശാന്തിമാക്കി മാറ്റിയത്. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള അക്രമങ്ങളാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. അസംസ്കൃത ബോംബ് താഴേക്ക് എറിഞ്ഞ് ആളുകളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങളും ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നിരവധി ആളുകൾ വന്നുകൂടുന്ന ഫ്ലൈ ഓവറിന് മുകളിൽ നിന്ന് ബോംബ് എറിയുകയായിരുന്നു. രാഷ്ട്രീയ തർക്കങ്ങളും പ്രക്ഷോഭങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന ഏതൊരു അനിഷ്ട സംഭവവും ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളുടെ തീക്കാറ്റ് ഇന്ത്യക്ക് നേരെയും വീശുന്നുണ്ട് എന്നതാണ് സ്ഥിതിഗതികൾ ആശങ്കാകുലമാക്കുന്നത്. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഹാദി. ഷെയ്ഖ് ഹസീനയുടെയും ഇന്ത്യയുടെയും കടുത്ത വിമർശകരിൽ ഒരാൾ. ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയത് മുതൽ ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ വികാരം നിലവിലുണ്ടായിരുന്നു. അത് ആളിക്കത്തിക്കുന്ന വിധത്തിലാണ് തുടർന്നുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഇന്ത്യ ഇടപെടുന്നു എന്നതായിരുന്നു പ്രധാനമായും ഹാദിയുടെ ആരോപണം. ഷെയ്ഖ് ഹസീന തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചതെല്ലാം കൃത്രിമം കാണിച്ചാണ് എന്നും അതിനെല്ലാം ഇന്ത്യയുടെ ഒത്താശയുണ്ട് എന്നുമായിരുന്നു ഹാദി ഉന്നയിച്ച ആരോപണങ്ങളിൽ ചിലത്. ഹസീനയ്ക്കെതിരായുള്ള വികാരം ഇന്ത്യക്കെതിരെയുള്ള വിരുദ്ധതയായി ക്രമേണ പരിണമിക്കുകയായിരുന്നു. ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത് ആ വിരുദ്ധതയുടെ ആഴം വർദ്ധിപ്പിച്ചു. തൊട്ടു പിന്നാലെയാണ് ഹാദി കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന ആരോപണം ശക്തമായി. മാത്രവുമല്ല, ഹാദിയുടെ കൊലയാളികൾ ഇന്ത്യയിലേക്കാണ് കടന്നതെന്ന വിശ്വാസവും പ്രചരിപ്പിക്കപ്പെട്ടു. ഇതിന്റെ കൂടെ പുതിയൊരു ആവശ്യം ഉന്നയിക്കുക കൂടി ചെയ്യപ്പെട്ടു. അത് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ നിന്ന് വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായിരുന്നു. ഇന്ന് ബംഗ്ലാദേശിൽ കൂടുതലായും ഉയരുന്നത് ഇന്ത്യക്കെതിരായുള്ള മുദ്രാവാക്യങ്ങളാണ് എന്നത് നമ്മെ അമ്പരിപ്പിക്കുന്നുണ്ട്. ഹാദിയെ ആക്രമിച്ചവരെ ഇന്ത്യയിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതുവരെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചു പൂട്ടണമെന്ന ആവശ്യമാണ് ബംഗ്ലാദേശ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം മറ്റു ചില വശങ്ങൾ കൂടിയുണ്ട്. ഇന്ത്യയെ ആക്രമിക്കുവാനും ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ മുഖം വികൃതമാക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ ഭാഗമല്ലേ ഇത്തരം ആരോപണങ്ങളെന്നും സംശയിക്കേണ്ടതുണ്ട്. ഇന്ത്യക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും തെളിവുകൾ ഇല്ലാത്തതുമാണെന്നാണ് ഇന്ത്യയുടെ ഇതിനകം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് ശരിവെക്കുന്നതാണ് കൊല്ലപ്പെട്ട ഹാദിയുടെ സഹോദരന്റെ വാക്കുകൾ. ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഹാദിയുടെ കൊലപാതകം നടന്നതെന്നാണ് അദ്ദേഹം മടികൂടാതെ വ്യക്തമാക്കിയത്. ഇന്ത്യ വിരുദ്ധർക്ക് ഏറ്റവും കനത്ത തിരിച്ചടിയായിരുന്നു ഇത്. ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിനെ ഉപയോഗിക്കുവാൻ ആരെങ്കിലും കരുക്കൾ നിരത്തുന്നുണ്ടോ എന്ന സംശയം ഉദിക്കുന്നത് ഇവിടെയാണ്. അതിനെ ഫലപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രകടമായ ചില തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ രഹസ്യ അന്വേഷണ ഏജൻസിയായ ISI ബംഗ്ലാദേശിൽ ശക്തമായ രീതിയിൽ ചില നീക്കങ്ങൾ നടത്തുന്നുവെന്നതാണ് അതിലൊന്ന്. ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സുരക്ഷാ രംഗങ്ങളിൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ വീണതിനെ തുടർന്നാണ് ISI സ്വാധീന ശക്തിയായി മാറിയത്. ഇന്ത്യക്കെതിരെ പൊതുജന വികാരം ഉണർത്തി വിടാനുള്ള ശ്രമങ്ങളും ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെയുള്ള ആക്രമണങ്ങളും സംശയത്തോടെ നോക്കിക്കാണുവാൻ പ്രേരിപ്പിക്കുന്നത് ഇതാണ്. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളോടുള്ള പാകിസ്ഥാന്റെ പ്രതികരണം അവരുടെ മനോഭാവം മറന്നീക്കി പുറത്തു കൊണ്ടുവരുന്നുമുണ്ട്. പാകിസ്ഥാന്റെ മുതിർന്ന രാഷ്ട്രീയ നേതാവായ കമ്രാൻ സയീദ് ഉസ്മനി ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയിട്ടുമുണ്ട്. ബംഗ്ലാദേശിനെ ദുഷ്ടലക്കോടെ നോക്കുവാനും അവരുടെ പരമാധികാരത്തെ ആക്രമിക്കുവാനും ഇന്ത്യ ഒരുമ്പെടുമ്പോൾ പാക് മിസൈലുകൾ അധികം ദൂരെയല്ലാതെ ഉണ്ടെന്ന് ഓർമ്മയുണ്ടാകണമെന്നായിരുന്നു ആ ഭീഷണി.
ഇന്ത്യ പലതരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തുന്നുണ്ടെന്നും ഇന്ത്യയുടെ ഇത്തരം തന്ത്രങ്ങൾക്കെതിരെ മുസ്ലിം യുവാക്കൾ കൂടുതൽ ജാഗരൂകരായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്താനും ഉസ്മാനി മടിക്കുന്നില്ല. മതം ആയുധമാക്കി യുദ്ധങ്ങൾക്ക് കോപ്പുകൂട്ടുന്ന ഒരാളുടെ മനഃശാസ്ത്രമാണ് ഇവിടെ പുറത്തു വരുന്നത്. മാത്രവുമല്ല, ഇന്ത്യയെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വിധത്തിലുള്ള പല ആരോപണങ്ങളും പ്രസ്തുത വീഡിയോയിൽ പറയുന്നുണ്ട്. ബംഗ്ലാദേശിനുള്ള വെള്ളം നിർത്തലാക്കിയോ രാജ്യദ്രോഹത്തിനോ അധികാരത്തിലുള്ളവരെ പുറത്താക്കാനായി ജനങ്ങളെ ഇളക്കിവിട്ടോ അതുമല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി തമ്മിലടിപ്പിച്ചോ ഇന്ത്യ എത്തുമെന്നും ഇന്ത്യയുടെ അഖണ്ഡ ഭാരത ആശയം സ്ഥാപിക്കുവാൻ പാകിസ്ഥാൻ സമ്മതിക്കില്ലെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇന്ത്യക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാന്റെ കൂടി മനസ്സറിവോടെയാണ് എന്നതാണ്. പാകിസ്ഥാന്റെ സമീപനം മാത്രമല്ല, ബംഗ്ലാദേശ് അധികാരികളുടെ മനോഭാവവും ഇത് തന്നെയാണ്. ബംഗ്ലാദേശിൽ ഇന്ത്യ അസ്ഥിരത സൃഷ്ടിക്കുവാൻ ശ്രമിച്ചാൽ കനത്ത തിരിച്ചടികൾ ഉണ്ടാകുമെന്നാണ് ബംഗ്ലാദേശിൽ പുതുതായി രൂപം കൊണ്ട നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാവ് അസ്നത് അബ്ദുള്ളയുടെ ഭീഷണി. അതിർത്തി കടന്നും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ബംഗ്ലാദേശിനെ തകർക്കുവാൻ നോക്കിയവർക്ക് അഭയം നൽകി സംരക്ഷിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിക്കുമെന്നും വിഘടനവാദികൾക്ക് ബംഗ്ലാദേശും അഭയം നൽകുമെന്നും അദ്ദേഹം പറയുമ്പോൾ ബംഗ്ലാദേശിന്റെ പേരിൽ ഇന്ത്യയെ ആക്രമിക്കുവാൻ അവസരം കാത്തിരിക്കുന്നവരാണ് ഇവരെല്ലാം എന്ന് വ്യക്തമാക്കപ്പെടുകയാണ് ചെയ്യപ്പെടുന്നത്. ആസൂത്രിതമായ കലാപമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്നാണ് ഇവയെല്ലാം സൂചിപ്പിക്കുന്നത്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് സുരക്ഷിതമല്ലെന്ന് പ്രചരിപ്പിക്കുകയാണ് ഓരോ അനിഷ്ട സംഭവങ്ങൾക്കും പിന്നിലും പ്രവർത്തിക്കുന്നവരുടെ ഉദ്ദേശമെന്ന് കരുതുന്നവർ ധാരാളം. നിരന്തരമായ അക്രമങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും അവയെ അടിച്ചമർത്തുവാൻ ഭരണകൂടത്തിന് സാധിക്കാതെ വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കേണ്ടതായി വരും. വിശ്വാസയോഗ്യമായ തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുവാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുക എന്നത് അസാധ്യമായി വരും. ഇത് താൽപര കക്ഷികൾക്ക് തങ്ങളുടെ ഗൂഢലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കുവാനുള്ള മാർഗമായി മാറും. തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഹാദിയുടെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ഒരേ സ്വഭാവമായിരുന്നുവെന്നും അവയെല്ലാം ഏകോപിതമായിരുന്നുവെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രക്ഷോഭം പെട്ടെന്ന് തന്നെ അക്രമാസക്തമായി മാറുകയായിരുന്നു. തീവപ്പും നാശനഷ്ടങ്ങളും ജനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും ഇതിന്റെ ഭാഗമായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും നേരെയുള്ള ആക്രമണങ്ങളും മറ്റും ഭീതിതമായ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു. ബംഗ്ലാദേശിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭങ്ങളെ അത്യന്തം ഗൗരവത്തോടെയാണ് ഇന്ത്യയും നോക്കിക്കാണുന്നത്. വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് 1971 വിമോചന യുദ്ധത്തിന് ശേഷം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇസ്ലാമിസ്റ്റ് ശക്തികളുടെ പുനരുജ്ജീവനം, മാറിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ചൈനയുടെയും പാകിസ്ഥാന്റെയും വർദ്ധിച്ചു വരുന്ന സ്വാധീനം എന്നിവയെല്ലാം ഇതിലേക്കായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ബംഗ്ലാദേശിന്റെ പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ ഈ അടുത്ത കാലത്തായി വൻതോതിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ, തുറമുഖ വികസനം, പ്രതിരോധ സഹകരണം എന്നീ മേഖലകളിൽ ചൈന ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സ്വാധീനവും അവഗണിക്കാവുന്നവയല്ല. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ചില വിഭാഗങ്ങളെ ഇവർ സ്വാധീനിക്കുന്നുണ്ടെന്നും ഇവർ ചൈന സന്ദർശിച്ചിരുന്നുവെന്നതിനും തെളിവുകളുണ്ട്. ബംഗ്ലാദേശ് സൈനിക ശക്തി വർദ്ധിപ്പിക്കുവാൻ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശ് തുർക്കിയിൽ നിന്ന് സിറിറ്റ് സെമി ആക്റ്റീവ് ലേസർ ഗൈഡഡ് മിസൈലുകൾ വാങ്ങുവാൻ പോകുന്നു. മൾട്ടി പർപ്പസ് വാർ ഹെഡുകളും ഇതിൽ ഉൾപ്പെടുന്നു. സ്മാർട്ട് ലേസർ ഗൈഡഡ് മിസൈലുകളുടെ ഒരു ശേഖരം ഉണ്ടാക്കാനാണ് ബംഗ്ലാദേശിന്റെ ശ്രമം. കവചിത വാഹനങ്ങളും ആക്രമണ ഹെലികോപ്റ്ററുകളും സ്വന്തമാക്കുവാൻ ബംഗ്ലാദേശ് ആലോചന ആരംഭിച്ചു കഴിഞ്ഞു. തുർക്കിയിൽ നിന്നാണ് ഇതുവരെ ബംഗ്ലാദേശ് ബൈറക്തർ TB2 ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളവ വാങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ അതിർത്തികൾ നിരീക്ഷിക്കുവാനാണ് ഇവ ഉപയോഗിക്കുന്നത്. തുർക്കി കമ്പനിയായ റോക്കസ്താന നിർമ്മിക്കുന്ന സിറിറ്റ് ലേസർ ഗൈഡഡ് മിസൈലുകളാണ് ബംഗ്ലാദേശ് വാങ്ങുന്നത്. കൃത്യമായ ആക്രമണങ്ങൾക്ക് പ്രാപ്തമായ മിസൈലുകളാണ് ഇവ. കവചിത വാഹനങ്ങളും മറ്റും നശിപ്പിക്കുവാൻ കഴിയുമെന്നതാണ് ഇവയുടെ പ്രത്യേകത. തുർക്കിയിൽ നിന്ന് T-129 അറ്റാക്ക് ആക്രമണ ഹെലികോപ്റ്ററുകളും യൂറോ ഫൈറ്റർ ജെറ്റുകളും വാങ്ങുവാൻ ബംഗ്ലാദേശിന്റെ ആലോചനകൾ തകൃതിയായി നടക്കുന്നുമുണ്ട്. ബംഗ്ലാദേശ് പോലെ പാകിസ്ഥാനും ആയുധങ്ങൾ വാങ്ങുന്നത് തുർക്കിയിൽ നിന്നാണ്. ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധമാവട്ടെ വളരെ സൗഹാർദ്ദപരവുമാണ്. ഇതെല്ലാം സ്ഥിതിഗതികൾ തെല്ലും ആശാവഹമല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്.
ബംഗ്ലാദേശിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിഗതികളെ വളരെ ഗൗരവത്തോടെയാണ് ഇന്ത്യ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഭരണമാറ്റത്തിന് പിന്നാലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ, അടുത്തയിടെ മോഷണക്കുറ്റം ആരോപിച്ചും ദൈവനിന്ദ ആരോപിച്ചും ഹൈന്ദവരായ 2 ചെറുപ്പക്കാരെ ചുട്ടുകൊന്ന കേസ്, ഈ സംഭവങ്ങളെ ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ വിഷയം ചർച്ചയാക്കുവാനും ഇന്ത്യ ഉദ്ദേശിക്കുന്നു. തിരഞ്ഞെടുപ്പ് സുതാര്യമാക്കുക, എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന സർക്കാർ അധികാരത്തിലെത്തുക തുടങ്ങിയവയാണ് ഇന്ത്യയുടെ ആവശ്യങ്ങൾ. ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്ന മട്ടിലുള്ള അന്തരീക്ഷം ബംഗ്ലാദേശിനും ഇന്ത്യക്കുമിടയിൽ പുകയുന്നുണ്ട് എന്നത് മറച്ചു വെക്കാനാവില്ല. ദില്ലി, അഗർത്തല, സിലിഗുഡി എന്നിവിടങ്ങളിലെ വിസ സർവീസ് ബംഗ്ലാദേശ് നിർത്തിവെച്ചതും ഇന്ത്യയിലെ പ്രവർത്തനം വെട്ടിച്ചുരുക്കുമെന്ന ബംഗ്ലാദേശ് നിലപാട് വ്യക്തമാക്കിയതും ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലെ ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ അടുത്ത് നടന്ന ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ ഇവിടുത്തെ വിസ സർവീസ് നിർത്തലാക്കിയതും ഇതിന്റെ ഭാഗമാണ്. ബംഗ്ലാദേശ് കടന്നുപോകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഇന്ത്യയുടെ സുരക്ഷയിലും വിദേശ നയ അന്തരീക്ഷത്തിലും മാറ്റം വരുത്തുവാൻ കഴിയുന്നവയാണ്. അതുകൊണ്ട് ബംഗ്ലാദേശ് ശാന്തമാകേണ്ടത് ബംഗ്ലാദേശിന്റെ മാത്രമല്ല ഇന്ത്യയുടെയും കൂടി ആവശ്യമാണ്. അതുപോലെ തന്നെ ലോകം മുഴുവന്റെയും. ഇല്ലെങ്കിൽ മറ്റൊരു യുദ്ധത്തിന്റെ കേളികൊട്ടായിരിക്കും ഉയരാൻ പോകുന്നത്.